ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്തിട്ടുള്ളത് 26,142-ലാണ്. ഇന്ന് ഓപ്പൺ ചെയ്തിട്ടുള്ളത് 26,170-ലും ഹൈ ഇൻഡെക്സ് വാല്യൂ വന്നിട്ടുള്ളത് 26,236-ലുമാണ്. ലോ വാല്യൂ വന്നിട്ടുള്ളത് 26,123-ലുമാണ്. ഇന്നലെ നമ്മൾ നിഫ്റ്റിയുടെ ട്രേഡിംഗ് വാല്യൂസിനെ അനാലിസിസ് നടത്തിയതിന് ശേഷം നിഫ്റ്റിയുടെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽസ് നമ്മൾ ഇന്നലെ കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. ആ വാല്യൂസ് എല്ലാം ഇന്ന് വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാൻ. കാരണം ഇന്നത്തെ ഓപ്പൺ വാല്യൂവും അതുപോലെ തന്നെ ഹൈ ലോ വാല്യൂസും എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അനാലിസിസ് കൃത്യമായിരുന്നു. നാളത്തെ നിഫ്റ്റിയുടെ ട്രേഡിങ്ങിൽ നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് വാല്യൂ, ഫസ്റ്റ് റെസിസ്റ്റൻസ് വാല്യൂ 26,184-ആണ്. രണ്ടാമത്തെ റെസിസ്റ്റൻസ് വാല്യൂ 26,324-ആണ്. സപ്പോർട്ട് വാല്യൂ, ഫസ്റ്റ് സപ്പോർട്ട് വാല്യൂ 26,074-ആണ്. സെക്കൻഡ് സപ്പോർട്ട് വാല്യൂ 25,996-മാണ്. ഇത്രയും വ്യത്യസ്തമായിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകളുടെ ഇടയിൽ ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും ലഭിക്കുന്നതാണ്. കാരണം മറ്റൊന്നുമല്ല, ഓപ്ഷൻ കോൺട്രാക്റ്റിൽ ലഭിക്കുന്ന ആ ട്രേഡുകളാണ്. സ്ട്രൈക്ക് പ്രൈസുകളെല്ലാം ഇതിനിടയ്ക്ക് ഉള്ളവയായിരിക്കാം നാളെ അപ്പ് ഓർ ഡൗൺ ട്രെൻഡ് കാണിക്കുന്നത്. എന്താണെങ്കിലും നാളത്തെ നിഫ്റ്റിയുടെ ട്രേഡിൽ ഈ പറയുന്ന റെസിസ്റ്റൻസ് ലെവൽ 26,184 ഫസ്റ്റ് റെസിസ്റ്റൻസ് ലെവലും സെക്കൻഡ് റെസിസ്റ്റൻസ് ലെവൽ 26,324-മാണ്. നമ്മൾ ഇന്നലത്തെ ഒരു ഡേറ്റയിൽ കണ്ട കാര്യം, നിഫ്റ്റിയുടെ ഒരു ട്രേഡിൽ, അതായത് 22/12/2025 ഗ്യാപ്പ് ഫോർമേഷൻ ഉണ്ടായിട്ടുണ്ട്. അന്നത്തെ ട്രേഡിംഗ് വാല്യൂ ഹൈ വന്നിട്ടുള്ളത് 26,180-ഉം ലോ വാല്യൂ 26,047-ഉമായിരുന്നു. അതേസമയം 19/12/2025 ഹൈ വാല്യൂ വന്നിട്ടുള്ളത് 25,993-ഉമായിരുന്നു. അപ്പം ഈ രണ്ട് സെഷനുകളിലെയും ഹൈയും ലോയും തമ്മിലുള്ള ഡിഫറൻസ് വാല്യൂസ്, അത് ആ ഗ്യാപ്പ് ഫോർമേഷൻ ഉണ്ടായിട്ടുള്ളത് ഫില്ല് ചെയ്യണം. അപ്പോൾ അതിനുള്ള ഒരു ട്രേഡ് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. എന്താണെങ്കിലും നിഫ്റ്റിയിൽ ഓപ്ഷൻ കോൺട്രാക്റ്റുകളിലുള്ള സ്ട്രൈക്ക് പ്രൈസുകൾ വളരെയധികം കരുതലോടുകൂടി വേണം വാങ്ങിക്കുവാൻ.